നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സോഹോ ഉടമ ശ്രീധർ വെമ്പുവിനെ കരിവാരിത്തേക്കാൻ ദ ന്യൂസ് മിനിറ്റ് ശ്രമിക്കുന്നതായി ആരോപണമുയരുന്നു. ശ്രീധർ വെമ്പുവിന്റെ വിവാഹമോചന കേസിൽ നുണ പ്രചരിപ്പിക്കുന്നു. നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചുമൂടുന്ന ഭീകരസ്ഥലമായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ പ്രസിദ്ധീകരിച്ച് നുണപ്രചരണം നടത്തിയ ദി ന്യൂസ് മിനിറ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ ഇതാ പുതിയൊരു നുണയുമായി രംഗത്തെത്തുന്നു. ഈ കുറി മോദിയോടും ആത്മനിർഭർ ഭാരത് സങ്കല്പങ്ങളോടും ഭാരതീയതയോടും ആദരവുള്ള സോഹോ എന്ന കമ്പനിയുടെ ഉടമ ശ്രീധർ വെമ്പുവിനെയാണ് ദ ന്യൂസ് മിനിറ്റ് സ്ഥാപകരിൽ ഒരാളായ ധന്യ രാജേന്ദ്രൻ ലക്ഷ്യമിടുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തെ സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുന്ന ഭീകര കേന്ദ്രമായി അവതരിപ്പിക്കുന്ന 100-ൽ പരം വീഡിയോകൾ ചെയ്ത മാവോയിസ്റ്റ് മാധ്യമം എന്ന ആരോപണമുള്ള ദ ന്യൂസ് മിനിറ്റ് ആണ് ഇപ്പോഴും രംഗത്ത് വരുന്നത്. ഇത് കണ്ടാണ് ദ ന്യൂസ് മിനിറ്റിനെ മാവോയിസ്റ്റ് മീഡിയ എന്ന റിപ്പബ്ലിക് TV ചാനൽ ഉടമ അർണബ് ഗോസ്വാമി വിളിച്ചത്. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ഒരുപിടി വ്യക്തികൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഈ ആരോപണമെന്ന് കർണാടക സർക്കാർ തന്നെ നിയോഗിച്ച അന്വേഷണ സംഘം 3900 പേജുള്ള FIR-ൽ വെളിപ്പെടുത്തി കഴിഞ്ഞതോടെ ദി ന്യൂസ് മിനിറ്റിന്റെ വിശ്വാസ്യത തന്നെ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഇനി ശ്രീധർ വെമ്പുവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സോഹോ എന്ന സ്ഥാപനത്തെ പറ്റിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതീയമായതിനെ ഉയർത്തിപ്പിടിക്കുകയും മോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീധർ വെമ്പു ജിമെയിലിന് പകരം ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാൻ സോഹോ മെയിലും വാട്സപ്പ് എന്ന US ആപ്പിന് പകരം അരാട്ടെ എന്ന ആപ്പും വികസിപ്പിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ കത്തിടപാടിന് സോഹോ മെയിലിൽ അക്കൗണ്ട് തുറന്നതോടെ ശ്രീധർ വെമ്പുവിന്റെ ഖ്യാതി പരന്നു. എന്നാൽ ഇന്ത്യയിൽ BJP സർക്കാരിനെയും ഹിന്ദുത്വ ആദർശങ്ങളെയും തകർക്കാൻ വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന മാധ്യമമാണ് ദി ന്യൂസ് മിനിറ്റ് എന്ന് അവർ ഇപ്പോൾ തെളിയിക്കുകയാണ്. ഇപ്പോൾ ശ്രീധർ വെമ്പുവിനെയും ദി ന്യൂസ് മിനിറ്റും ധന്യ രാജേന്ദ്രനെ ലക്ഷ്യം വെക്കുന്നത് ഇയാളുടെ BJP-യോടും മോദിയോടുമുള്ള അനുകൂല നിലപാടുകൾ കാരണമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീധർ വെമ്പു ഇപ്പോൾ ഭാര്യയുമായി ഒരു വിവാഹമോചന കേസ് നേരിടുന്ന വ്യക്തിയാണ്. ശ്രീധർ വെമ്പുവും അയാളുടെ ഭാര്യയായ പ്രമീള ശശിധരനും തമ്മിൽ വിവാഹമോചനം നേടി എന്നത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. 1993-ലാണ് ശ്രീധർ വെമ്പു പ്രമീള ശശിധരനെ വിവാഹം കഴിക്കുന്നത്. ഇരുവരും അമേരിക്കയിലെ കാലിഫോർണിയയിൽ പോയി അവിടെ നിന്ന് 3 പതിറ്റാണ്ടോളം ജീവിച്ചു. ഇരുവർക്കും ഓട്ടിസം ബാധിച്ച ഒരു മകനുമുണ്ട്. 2019-ൽ ശ്രീധർ വെമ്പു ജന്മനാടായ തമിഴ്നാട്ടിൽ തിരിച്ചെത്തി. 2021-ൽ ഇരുവരും ബന്ധം പിരിഞ്ഞു. ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രമീള ശശിധരൻ US കോടതിയിൽ കേസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ $170 കോടി നഷ്ടപരിഹാരം നൽകാൻ കീഴ്ക്കോടതി വിധിച്ചിരിക്കുകയാണെന്ന് ന്യൂസ് മിനിറ്റ് പറയുന്നു. ഇത് 1 വർഷം പഴക്കമുള്ള കോടതി വിധിയാണെന്ന് പറയുന്നുമില്ല. ഇത് കീഴ്ക്കോടതി വിധി മാത്രമായിരുന്നു. ഇത് അപ്പീലിലുമാണ്. പക്ഷേ ഇതിനെ അന്തിമ വിധി എന്ന രീതിയിലാണ് ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ച വാർത്തയിലുള്ളത്. IT പ്രൊഫഷണൽ സാധാരണഗതിയിൽ വിവാഹമോചനം നേടുന്നു എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്, വളരെ കോമണുമാണ്. അതിനോടനുബന്ധിച്ച് കോടതികൾ വിവാഹമോചന കേസ് നടക്കാറുമുണ്ട്. എന്നാൽ ശ്രീധർ വെമ്പുവിന്റെ ദാമ്പത്യ തർക്കത്തെ ചൂഷണം ചെയ്ത് ശ്രീധർ വെമ്പുവിനെ ഒരു വലിയ വില്ലനായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ന്യൂസ് മിനിറ്റ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ധർമ്മസ്ഥല എന്ന ഹിന്ദു മത സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയ ധന്യ രാജേന്ദ്രന്റെ ദി ന്യൂസ് മിനിറ്റ് ഒരാളുടെ വിവാഹമോചനം എന്ന വ്യക്തിപരമായ വിഷയത്തെ മുതലെടുത്ത് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിൽ സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിനെതിരെ കാലിഫോർണിയ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തികച്ചും തെറ്റായ രീതിയിൽ പരാമർശിക്കുന്നു. ലേഖനത്തിൽ വെമ്പുവിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തുന്നതിനായി വിവാഹമോചന നടപടികളിൽ 1 വർഷം പഴക്കമുള്ള കോടതി ഉത്തരവിനെ എടുത്ത് ആധാരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീധർ വെമ്പുവിന്റെ വിവാഹമോചന കേസ് പരിഗണിക്കുന്ന അലമോഡ കൗണ്ടിയിലെ കാലിഫോർണിയയിലെ സുപ്പീരിയർ കോടതിയുടെ വിചാരണയ്ക്ക് മുമ്പുള്ള കണ്ടെത്തലുകൾ വെമ്പുവിനോട് $1.7 ബില്യൺ ബോണ്ട് നൽകാൻ കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചതായും US-ലെ 1-ലധികം സോഹോ സ്ഥാപനങ്ങൾക്കും അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തുക്കൾക്ക് റിസീവറെ നിയമിച്ചതായി ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വെമ്പുവിന്റെ ഭാര്യ പ്രമീള ശ്രീനിവാസൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഭാര്യയ്ക്ക് അർഹമായ വിഹിതം നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്ന് തെളിയിക്കുന്നതിനുള്ള വസ്തുതകളായി ന്യൂസ് മിനിറ്റ് അവതരിപ്പിക്കുകയാണ്. അമേരിക്കയിലെ കോടതിയുടെ മുമ്പാകെ ശ്രീധർ വെമ്പുവിനെതിരെയുള്ള തെളിവുകൾ പരിമിതമാണ്. ഈ കേസിൽ വാദം ഇനി തുടരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മേൽക്കോടതികളിലെ വിചാരണയ്ക്ക് മുമ്പുള്ള ഘട്ടത്തിൽ കീഴ്ക്കോടതിയുടെ നിരീക്ഷണങ്ങളെ അന്തിമമാക്കി എടുത്തുകൊണ്ടാണ് ധന്യ രാജേന്ദ്രൻ ശ്രീധർ വെമ്പുവിനെ ആക്രമിക്കുന്നത്. കോടതിയുടെ ഇടക്കാല നിരീക്ഷണങ്ങളെ ശ്രീധർ വെമ്പുവിന്റെ വിവാഹമോചന കേസിലെ അന്തിമ വിധിയായി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ന്യൂസ് മിനിറ്റിലെ ലേഖനം. വാസ്തവത്തിൽ ഈ കോടതി ഉത്തരവിനെതിരെ ശ്രീധർ വെമ്പു അപ്പീൽ നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, കീഴ്ക്കോടതിയിലെ ശ്രീധർ വെമ്പുവിനെതിരായ വിധിയുടെ ഒരു ഭാഗം ഇപ്പോഴേ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ഒഴിവാക്കി ന്യൂസ് മിനിറ്റിൽ ലേഖനം മനഃപൂർവ്വം പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.